ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ദിവസം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴയിലെ ശങ്കേഴ്സ് മ്യൂസിയത്തിലേക്കാണ്. നമുക്ക് അകത്തോട്ട് പോകാം. കാർട്ടൂൺ മ്യൂസിയം ആർട്ട് ഗാലറിയും കൂടെ ഇവിടെ ഒരുമിച്ചാണ് വച്ചിരിക്കുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ആർട്ട് വർക്കൊക്കെ ചെയ്ത കുറെ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ കായംകുളത്തിനടുത്താണ് ഈ കാർട്ടൂൺ മ്യൂസിയം. ഹൈവേയുടെ സൈഡിലാണ് ഇതുള്ളത്. അതുകൊണ്ട് നമുക്ക് വരാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ഇപ്പൊ ഹൈവേയുടെ പണി നടക്കുന്ന കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ വരാൻ. ഈ പ്രതിമകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ചെരുപ്പൊക്കെ ഊരിയിടണം. എൻ്റെ അമ്മയുടെയും നന്നമ്മയുടെയും ഇവിടെ ഹോട്ടലിൽ എടുപ്പുണ്ട് കേട്ടോ. ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കണം. ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇവിടെ കയറാനും ഉള്ള സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അകത്തോട്ട് കയറുമ്പം ഇവിടെ നല്ല കുറെ രസമുള്ള പ്രതിമ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഇവിടെ പൂച്ചട്ടികളൊക്കെ വെച്ച് നല്ല രസമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് റൂമിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെയിന്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആൾ തീരെ കുറവായിരുന്നു. അച്ഛൻ ഇവിടെ ആരും വരാത്ത. നമ്മൾ അടുത്ത റൂമിലേക്ക് പോകുന്ന വഴിയിലൊക്കെ കുറെ പ്രതിമ വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇവിടെ പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പ്രതിമ മാത്രമല്ല, ഈ കരിങ്കല്ലും സ്റ്റീലും ഒക്കെ വെച്ച് കുറെ ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. തടി കൊണ്ട് എന്താണ്ടൊക്കെ സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ. ആ കാർട്ടൂണിസ്റ്റ് ശങ്കർ വരച്ചതാണ് ഇതെല്ലാം. പിക്ചേഴ്സ് മുഴുവനും ഈ കാർട്ടൂൺ മുഴുവൻ. ഇതൊരു വലിയ മുറിയാണ്. ഈ മുറി മുഴുവനും അദ്ദേഹം വരച്ച കാർട്ടൂണുകളാണ്. അദ്ദേഹം ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. ഇത് അദ്ദേഹം ഇരുന്നിരുന്ന ചാരുകസേരയാണ്.
രണ്ടാം നിലയിൽ ശങ്കറിന്റെ കാർട്ടൂൺ മ്യൂസിയത്തിന്റെ കാർട്ടൂൺ മ്യൂസിയം ഉണ്ട്. ഇത് അവിടെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. താഴത്ത് കണ്ട പോലെ തന്നെ രണ്ടാം നിലയിലും അതേ കഥന്റെ കുറെ കാർട്ടൂണുകൾ വച്ചിട്ടുണ്ട്. ഇത് കാർട്ടൂൺ ശങ്കറിന്റെ കോട്ട ആണെന്ന് തോന്നുന്നു. ഇത് അദ്ദേഹം ഇരുന്ന് കാർട്ടൂണും ഇതൊക്കെ വരയ്ക്ക് എഴുതിക്കൊണ്ടിരുന്ന ടേബിളും ഇത് ചെയറുമാണ്. ഇനി ഇവിടെ ഉള്ളത് അദ്ദേഹവും വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള കുറെ ഫോട്ടോസ് ആണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.